നമ്മുടെ ഈ യാത്ര തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കാണ്. ഇതിലെ തഞ്ചാവൂർ പാലസും തഞ്ചാവൂർ ക്ഷേത്രം കൂടിയാണ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. അതിൻ്റെ തുടക്കം തഞ്ചാവൂർ പാലസാണ്. ഇത് തഞ്ചാവൂർ പാലസിൻ്റെ മുൻഭാഗമാണ്. ഇവിടെ ചെറിയൊരു ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണ് അവിടെ കാണുന്നത്. ഇത് ഫ്രണ്ടേജാണ്. ഇപ്പം നമ്മൾ കാണുന്നത് തഞ്ചാവൂർ പാലസിൻ്റെ ബെൽ ടവറും അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള കവാടമാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് കുറേ കല്ലിൽ കൊത്തിയെടുത്ത കുറേ ശില്പങ്ങളും ദൈവിക രൂപങ്ങളും ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ മുന്നോട്ട് നീങ്ങുമ്പോൾ വേറെ ഒരു കാഴ്ച ഇവിടുത്തെ നടുമുറ്റമാണ്. ഇഷ്ടംപോലെ കല്ലിൽ കൊത്തിയെടുത്ത രൂപങ്ങളും മറ്റും നമുക്കിവിടെ കാണാം. ഇവിടുത്തെ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ശിവൻ്റെ പല നൃത്തത്തിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു വലിയൊരു ഗാലറി അല്ലെങ്കിൽ മ്യൂസിയം പോലെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ കൊത്തുപണികളെല്ലാം വളരെ രസകരമാണ്. പഴയ കാലത്തെ അതേ ചാരുതയും അതേ ഭംഗിയിലൂടെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഈ കൊത്തുപണികളെല്ലാം തീർത്തിരിക്കുന്നത്. ഇന്നും അതിൻ്റെ ഭംഗി ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു തിമിംഗലത്തിൻ്റെ എല്ലുകളാണ്. അതിൻ്റെ ബോൺ അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ മുൻവശത്താണ്. നമ്മുടെ പാലസിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചാണ് ഞങ്ങൾ എത്തിയത്. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക്, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടേജാണ് ഇത് കാണുന്നത്. ഇവിടുത്തെ കൊത്തുപണികളെല്ലാം വളരെ രസകരമാണ്. 11-ാം നൂറ്റാണ്ടിൽ 1-ാം ചോള രാജാവ് പണിത അമ്പലമാണിത്. ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. ഈ അമ്പലത്തിന് വേറൊരു പേരും കൂടിയുണ്ട്. ബൃഹദീശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു പേരും കൂടിയുണ്ട്. പെരുവോടിയാർ കോവിൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നാമം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ കവാടമെല്ലാം കാണുമ്പോൾ തന്നെ വളരെ ബൃഹത്തരമായിട്ട് തന്നെ പണിത ഒരു ക്ഷേത്രം തന്നെയാണ്. നമ്മൾ ആലോചിക്കുന്ന 11-ാം നൂറ്റാണ്ടിലെ ഒരു എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആണിത്. അത് ഇന്നത്തെ കാലഘട്ടത്തെ പോലെ അങ്ങനെ വലിയ ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലത്താണ് ഇത്രയും മഹത്തരമായൊരു ക്ഷേത്രം പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലെ ആ മകുടം തന്നെ വളരെ ഭാരമേറിയതാണ്. അത് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ശരിക്കും അത് മനസ്സിലാവും. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉള്ളത് ആദിഷും ധനുഷും എൻ്റെ 2 കൂട്ടുകാരാണ്. അതിൽ ആദിഷാണ് നമ്മുടെ ഈ ക്യാമറ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം സമയമാണ്. അവിടെ നല്ല ലൈറ്റിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കി നിർത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ക്ഷേത്രം. ഇവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ പില്ലറുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. തമിഴിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാവുന്നില്ല വായിക്കാൻ. എങ്കിലും അന്നത്തെ ലിപിയാണ്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി